പത്തരമാറ്റിൻ്റെ ഇനി വരാനുള്ള അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നമ്മൾ അനഘയെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ആദർശനാണെങ്കിൽ ഇതുപോലെ മെസ്സേജൊക്കെ വന്ന് അനഘയുടെ ജീവിതം അപകടത്തിലാന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അനഘയുടെ ജീവനൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ഡോക്ടർ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അനഘയെ എത്രത്തോളം നിങ്ങൾ സൂക്ഷിക്കണം. കാര്യം അനഘയെ കൊല്ലാൻ അവർ ചെറിയൊരു ആൾക്കാരല്ല, അവരത്രയ്ക്കും വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അനഘയെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നപ്പോഴത്തേക്ക് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി നയന നിനക്ക് ഇത്രയ്ക്ക് സന്തോഷമാവാനെന്നൊക്കെ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, എല്ലാ ആദർശമായിട്ടാ നമ്മളെ ഈ സഹായിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നവ്യേച്ചിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നമുക്കത് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത് നവ്യയാണെന്ന് നമുക്ക് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാനാണെങ്കിൽ സേവിയറിൻ്റെ അവിടെ വരെ ഒന്ന് പോട്ടെ, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സേവിയറിന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ സേവിയർ ആ നമ്പരൊക്കെ എടുത്ത് തരുമ്പോൾ നമുക്കും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ സേവിയറിനെ കാണാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്പരൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നവ്യയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദർശിന് എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെന്ന് നമ്മൾ നയനെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ആ ഒരു കോമ്പറ്റീഷന് പോകുന്ന സമയത്തും ഇതേ കണക്കായിരുന്നു. അവിടെ ആണെങ്കിൽ അബിക്കാണെങ്കിലും അതുപോലെ ആ ഡേവിഡിനൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. നമുക്കാണെങ്കിൽ ആ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ. പക്ഷേ നവ്യേച്ചിയുടെ മനസ്സിലാണെങ്കിൽ ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല, ചേച്ചി ഇങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്താ പറയുന്നത്, നമ്മൾ അബിയുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളെല്ലാം നവ്യയ്ക്ക് മനസ്സിലായെന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി കാണും ആദർശേട്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ സേവിയർ ആണെങ്കിൽ ആദർശിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെനിക്ക് ഞാൻ ആ നമ്പർ നോക്കിയ സമയത്ത് നമ്മളെ നവ്യയുടെ നമ്പരും ആ പെൺകുട്ടിയുടെ നമ്പറിൽ ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അനഘയുടെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തും നമ്മളെ നവ്യയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യമൊക്കെ നമ്മളെ നയനടുത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സഹായിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്ത് നവ്യയാണെന്നൊക്കെ ആ ഒരു സത്യങ്ങളൊക്കെ നമ്മൾ ആദർശം നയനയും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നയനൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നയനെ പറയുന്നത്, എന്തായാലും ആദർശ് ചേട്ടാ എൻ്റെ ചേച്ചിയാണെങ്കിൽ എന്നെ സഹായിക്കുന്നുണ്ടല്ലോ, അപ്പം അത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും ആയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദർശന് നല്ല സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. കാര്യം എന്തായാലും നവ്യയാണെങ്കിൽ അബിയുടെ സ്വഭാവങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്തായാലും ഇവർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ അബിയെടുത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോനെ നമ്മൾ രണ്ടുപേരും ഫോണൊക്കെ ആരോ ചോർത്തുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നീ അതൊക്കെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ഈ ഒരു പെൺകുട്ടിയെ ചതിച്ചു, പക്ഷേ ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നത് നിനക്ക് ചിലപ്പോൾ അത് അത്രയും സേഫ് ആയിരിക്കത്തില്ല, പക്ഷേ നീ ആ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ ചോരയാണ് മോനെ, അപ്പോൾ നീ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അബിയാണെങ്കിൽ പറയും, ഇല്ല അച്ഛാ ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല, അങ്ങനെ ഞാൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ എനിക്ക് സ്നേഹിക്കാനും ഉള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും അല്ലല്ലോ എന്നൊക്കെ നമ്മൾ അബി പറയുന്ന സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തായാലും സ്നേഹിക്കുകയും വയ്ക്കുകയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല മോനെ, പക്ഷേ നീ അതിനാണെങ്കിൽ ദ്രോഹിക്കാനൊന്നും നീ നിൽക്കരുതെന്നൊക്കെ നമ്മൾ അബിയെടുത്ത് പറയുന്നുണ്ട്. ഇല്ല പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറയുന്നെങ്കിൽ നമ്മൾ അബിയുടെ മനസ്സിലാണെങ്കിൽ ചന്തുമോളെയും കൂടി ഇല്ലാതാക്കണമെന്ന് തന്നെ നമ്മൾ അബിയുടെ മനസ്സിലിരിപ്പ്. കാര്യം നമ്മൾ അബിയും ചന്തുമോളെ കൊണ്ട് ഇല്ലാതായെങ്കിലല്ലേ അബിക്ക് സേഫ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ DNA ടെസ്റ്റിൽ അറിയാമല്ലോ നമ്മളെ ചന്തുമോളുടെ അച്ഛൻ അബി തന്നെ ആണെന്ന് എല്ലാവരും കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അബിയുടെ മനസ്സിൽ ആ ഒരു ചന്തുമോളെയും അനഘയും ഒരുപോലെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അബി നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ അബിയാണെങ്കിൽ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ നവ്യടുത്താണെങ്കിൽ അബിയാണെങ്കിൽ ഈ ഒരു പ്ലാനിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നവ്യടുത്ത് പറയുന്നില്ല. അപ്പോൾ നാഗേന്ദ്രൻ അറിയാം കേട്ടോ, അബിയാണെങ്കിൽ ചുമ്മാ ഇരിക്കത്തില്ല എന്നുള്ള കാര്യമൊക്കെ നാഗേന്ദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ നാഗേന്ദ്രനാണെങ്കിൽ ഇപ്പം അനഘയെ കൊല്ലുന്നില്ലെന്ന് നാഗേന്ദ്രന് പ്രശ്നമല്ല, പക്ഷേ എന്തായാലും നമ്മൾ ചന്തുമോളെ എന്തായാലും ഒന്നും ചെയ്യാൻ വേണ്ടി നമ്മൾ നാഗേന്ദ്രൻ താമസിക്കത്തില്ല കേട്ടോ. അങ്ങനെ നാഗേന്ദ്രനാണെങ്കിൽ അബി പോലും അറിയാതെ ആ ഹോസ്പിറ്റലിൽ 2 ആൾക്കാരെയൊക്കെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അബിയെ നിർത്തുന്ന ആരെങ്കിലും അനഘയും കുഞ്ഞിനെയും എന്തെങ്കിലും ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ തന്നെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അവിടെ ആൾക്കാരെയൊക്കെ നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നാഗേന്ദ്രൻ ഇപ്പം എന്ത് വന്നാലും നമ്മൾ നാഗേന്ദ്രൻ്റെ കൊച്ചുമക്കളെ ആണെങ്കിലും ഒന്ന് ആരെയും തൊടാൻ പോലും നമ്മൾ നാഗേന്ദ്രനെ അനുവദിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇനി ഉള്ള വരുന്ന എപ്പിസോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാഗേന്ദ്രൻ തന്നെ നമ്മൾ അനഘയും നമ്മളെ ചന്തുമോളെയൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ നാഗേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ അനഘയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇനി മോളാണെങ്കിൽ അവിടെ അനന്തപുരി പോകുന്നതിനെക്കാട്ടി ഏറ്റവും സേഫ് നിനക്ക് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ്.
അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അനന്തപുരി പോയാൽ തന്നെ അബി എന്തായാലും നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കും. അതെന്തായാലും വേണ്ട, നിങ്ങളെന്തായാലും എൻ്റെ കൂടെ തന്നെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മളെ നാഗേന്ദ്രൻ. പക്ഷേ അബിക്കാണെങ്കിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അബിയാണെങ്കിൽ ഒരുപാട് എതിർക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അബിയൊക്കെ പറഞ്ഞ് നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നവ്യയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെ ഇനി എന്തായാലും അബിയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും എന്തായാലും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നവ്യയാണെങ്കിലും ഇനി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. അവനെന്തായാലും അവനിക്കുള്ള പണി നല്ലത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ നവ്യയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയും അവന്തികയുടെ സ്വഭാവങ്ങളും ഇവിടെയുള്ള എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കണം. അവളാണെങ്കിൽ ഇവിടെ ആരെയും സ്നേഹിക്കുന്നതല്ല, അവളെല്ലാവരെയും ചതിക്കാൻ വേണ്ടിയും അവളെല്ലായിടത്തും വാശി തീർക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ആദർശേട്ടനെയും നയനെ അറിയിക്കണം എന്നൊക്കെ നവ്യയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. ഇനി എന്തായാലും മെസ്സേജ് വഴി എന്തായാലും ആദർശേട്ടന് അവന്തികയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം മെസ്സേജ് വഴി അറിയിക്കണം. ഇനി അവൾ ആരെയും അങ്ങനെ ചതിച്ച് നിൽക്കേണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. എങ്കിലല്ലേ ഇനി നമുക്ക് അനിയെയും നന്ദുവിനെയൊക്കെ നവ്യയ്ക്ക് ഒന്നിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ആയിട്ടാണ് ഇനി വരുന്ന അടിപൊളി എപ്പിസോഡുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.